ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മതകീയമായ രണ്ട് പശ്ചാത്തലങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. അതിലൊന്ന് അതിലെ ഒരു കക്ഷിയായ ഇറാനിയൻ മുസ്ലിങ്ങളെ കുറിച്ചിട്ടായിരുന്നു. രണ്ടാമത്തത് ഇസ്രായേൽ, അമേരിക്കൻ, ജൂത, ക്രൈസ്തവ, ഇവാഞ്ചലിക്കൽ സൈനിസ്റ്റുകളെ കുറിച്ചിട്ടായിരുന്നു. ഒന്ന് അന്ധമായ മതഭ്രാന്താണ്, മറ്റൊന്ന് അതികഠിനമായ വംശീയ ബോധമാണ്. ഇതിൻ്റെ തന്നെ ഒരു മറുപക്ഷം അതിൻ്റെ രാഷ്ട്രീയ വായനയാണ്. പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾക്ക് മതകീയവും രാഷ്ട്രീയവുമായ രണ്ട് പശ്ചാത്തലങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കും. അതിൽ രണ്ടാമത്തത് രാഷ്ട്രീയമായ പശ്ചാത്തലങ്ങളാണ്. ഇതിലൊന്ന് നമ്മുടെ അറബ് സമൂഹമാണ്. ഇതിൽ ഇസ്രായേൽ, അമേരിക്കൻ സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളോട് സഖ്യകക്ഷികളായി പിന്തുണ അർപ്പിച്ചു നിൽക്കുന്ന അറബ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയമാണ് ഒന്ന്. തികച്ചും തങ്ങളുടെ അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൗതികമായ താല്പര്യമാണ് അത് നിലനിൽക്കുന്നത്. നമുക്കറിയാം, വിശദീകരിക്കേണ്ടതില്ല. ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഖിലാഫത്ത് വ്യവസ്ഥ അട്ടിമറിച്ച് നിലനിന്ന് പോരുന്ന രാജവാഴ്ചയും രാജാധിപത്യത്തിൻ്റെയും തുടർച്ചയാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളെയും നിലനിർത്തിപ്പോരുന്നത്. തങ്ങളുടെ അധികാരങ്ങൾക്കും തങ്ങളുടെ സുഖസൗകര്യങ്ങൾക്കും പോറലേൽക്കുന്ന ഒന്നും തന്നെ അവരനുവദിക്കുകയില്ല. ഒരു ജനാധിപത്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പിന് അവസരം ലഭിച്ചാൽ, ജനങ്ങൾ തെരുവിലിറങ്ങാൻ അവസരം ലഭിച്ചാൽ അത് തങ്ങളുടെ അധികാര നഷ്ടത്തിന് കാരണമാകുമോ എന്ന് അവർ ഭയപ്പെടും. വെറുതെ ഒരു പടക്കം പൊട്ടിയാൽ പോലും അവർ ഭയപ്പെടുമാറുള്ള രാഷ്ട്രീയ ഭീരുത്വം ബാധിച്ച, രാഷ്ട്രീയമായ നിസ്സംഗതത്വം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് അവർ മാറി. ഇതിനെ മറികടക്കാനായിട്ട് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സാമ്രാജ്യത്വ അധിനിവേശ ശക്തികൾ വളരെ ഇവരുടെ ഈ ഒരു നിസ്സംഗതയും രാഷ്ട്രീയപരമായി ദൗർബല്യവും മുതലെടുത്തും ചൂഷണം ചെയ്തുകൊണ്ടാണ് അധിനിവേശ സാമ്രാജ്യത്വ സൈനിസ്റ്റ് ശക്തികൾ അറബ് രാജ്യങ്ങളിൽ പിടിമുറുക്കിയിട്ടുള്ളത്. ഇത് കൂടുതൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ അവിടെ നിലനിന്ന് പോരുന്ന ആ അവസ്ഥയെക്കുറിച്ച് പാലസ്തീൻ വിഷയങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ വിലയിരുത്തി പോന്നിട്ടുള്ളതാണ്. മറ്റൊന്ന് സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളായ ഒരു കൊളോണിയൽ ബ്രിട്ടൻ, അമേരിക്ക പോലെ തന്നെയുള്ള ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ വളരെ ബോധപൂർവം അവർ അറബ് രാജ്യങ്ങളെ ഇവരുടെ അധീനതയിൽ കൊണ്ടുവരുവാൻ വേണ്ടി വളരെ നാളുകളായി പരിശ്രമിക്കുകയും അത് അവർ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം പാലസ്തീൻ അധിനിവേശമൊക്കെ 1800 മുതൽ തന്നെ അതിൻ്റെ ചരടുവലികൾ നടത്തുകയും, പക്ഷെ ഇപ്പോഴും പാലസ്തീൻ അധീനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ദുരന്തവും ഇവരുടേതാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ പ്രകൃതി സമ്പത്ത് കൊള്ളയടിക്കുക, അതുപോലെ തന്നെ അവിടുത്തെ പ്രകൃതിപരമായ പെട്രോൾ, സാമ്പത്തികമായ മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ട് അവർക്കൊരു മണ്ണൊരുക്കി കിട്ടാൻ ഒരു അവസരം ലഭിക്കണം. ഇതിലൊക്കെ അപ്പുറം ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആയുധം വാങ്ങാൻ ഒരു ആയുധ കച്ചവടത്തിൻ്റെ ഒരു കസ്റ്റമറായി അറബ് രാജ്യങ്ങൾ മാറുന്നു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണോ ഇവരുടെ അറബികളുടെ അധികാര കൊതിയെ നിലനിർത്താൻ ഏത് തന്ത്രമാണോ ഉപയോഗിക്കേണ്ടിയിട്ടുള്ളത് അതെല്ലാം വളരെ ബോധപൂർവമായിട്ട് ഇവിടുത്തെ സാമ്രാജ്യത്വ ശക്തികൾ ഉപയോഗിക്കാൻ തുടങ്ങി.
അറബ് രാജ്യങ്ങൾക്കൊരു മതമുണ്ട്. അവർ മുസ്ലിം മതസ്ഥരാണെങ്കിൽ പോലും അതിൻ്റെ അടിസ്ഥാനപരമായ ആശയ അടിസ്ഥാനങ്ങളിൽ പോലും അംഗീകരിക്കാതെ കൊണ്ട് മുസ്ലിം സഹോദരങ്ങളെ പോലും മറന്നുകൊണ്ടാണ് പലപ്പോഴും അവർ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുമുണ്ട് ഒരു മതം. അവരുടെ മതം എന്ന് പറയുന്നത് സാമ്രാജ്യത്വ ശക്തികളുടെ മതം ക്രൈസ്തവ മതമാണ്. സൈനിസ്റ്റ് ശക്തികളുടെ മതം ജൂതമതമാണ്. ജൂതമതവും ക്രൈസ്തവ മതവും സാമ്രാജ്യത്വത്തെയും അധിനിവേശത്തെയും പിന്തുണക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ടാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ജൂത ക്രൈസ്തവ മതങ്ങൾ സാമ്രാജ്യത്വ അധിനിവേശ മതങ്ങളെ പിന്തുണക്കുന്നില്ല. വിശിഷ്യ പോപ്പിന്റെ പോലും അവരുടെ ഏറ്റവും വലിയ മതമേ അധ്യക്ഷനായ പോപ്പ് ലിയോ 17 വളരെ വ്യക്തമായിട്ട് സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെ ശക്തമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ഈ സാമ്രാജ്യത്വ അധിനിവേശ ശക്തികൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു മതത്തെ പിന്താങ്ങുകയാണ് ചെയ്തത്. ഇപ്പൊ ഇറാൻ തന്നെ ഈ ഒരു അധിനിവേശ കുതന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ അറബ് രാജ്യങ്ങളെയും അവർ വളരെ തന്ത്രത്തിൽ കുരുക്കിയപ്പോഴും അവർക്ക് കുരുക്കാൻ കഴിയാൻ, അവർക്ക് കെണിയിൽപ്പെടുത്താൻ കഴിയാൻ ഒരേ ഒരു രാജ്യമുള്ളത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആയിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു സാമ്രാജ്യത്വ അധിനിവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വശം. ഇതിൻ്റെ പല വശങ്ങളുണ്ട്. ഞാൻ വളരെ സ്ലോവിൽ ചില വശങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. മറ്റൊരു വായന അൽ ജസീറയുടെ സീനിയർ റിപ്പോർട്ടർ ഖദീജ ബിൻ ഖന്ന നടത്തുന്ന വളരെ പ്രശസ്തമായ ഒരു നിരീക്ഷണമുണ്ട്. ഈ വെനസ്വേലയിൽ ഈ അമേരിക്കൻ ഒരു അധിനിവേശം സൈനികമായ നീക്കം ഈ അടുത്ത് നടത്തിയിരുന്നു. അവിടുത്തെ പ്രസിഡന്റ് മർഡോയെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത് നിങ്ങൾ പത്രദ്വാര അറിഞ്ഞിട്ടുണ്ടാകും. ഈ വെനസ്വേലൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി അവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? വെനസ്വേലയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ ഉൽപ്പന്നം വാങ്ങിയിരുന്ന രാജ്യം ചൈന രാജ്യമായിരുന്നു. ഈ ചൈനയിലേക്കുള്ള എണ്ണ വിൽപ്പന വെനസ്വേലയിലെ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്തതോട് നിലച്ചുപോയി. ഏകദേശം 8 ലക്ഷം ബാരൽ എണ്ണ പ്രതിദിനം വെനസ്വേലയിൽ നിന്ന് ചൈന വാങ്ങിക്കുമായിരുന്നു. രണ്ടാമത്തെ രാജ്യം ഇറാനാണ്. ഏകദേശം 15-16 ലക്ഷം ബാരൽ എണ്ണ ഇറാനിൽ നിന്ന് ചൈന വാങ്ങുമായിരുന്നു. ഈ ഇറാൻ യുദ്ധ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങാനായിട്ട് കഴിയുന്നില്ല. മറ്റൊന്ന്, സൗദിയിൽ നിന്നും ലഭിക്കുന്ന എണ്ണ ഇപ്പോൾ ചൈനക്ക് ലഭിക്കുന്നില്ല ഈ യുദ്ധ പശ്ചാത്തലത്തിൽ. ഇത് വളരെ ഒരു ആസൂത്രിതമായൊരു നീക്കമാണ്. ലോക ഉൽപ്പന്നങ്ങളുടെ 28% ചൈന മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വൻശക്തിയായി മാറുമോ എന്നത്, തങ്ങളെക്കാൾ വലിയ മറ്റൊരു ശക്തി ഉയർന്നു വരാതിരിക്കാനായി അമേരിക്ക നടത്തിയ നീക്കമായിരുന്നു എന്ത്? ഈ യുദ്ധം എന്നത്. ചൈനയെ തകർക്കുക, എണ്ണ ഉൽപ്പന്നം വിറ്റഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തടയാൻ വേണ്ടിയിട്ടുള്ള വളരെ കുതന്ത്രപരമായൊരു നീക്കമായിരുന്നു എന്ന് പുറം ലോകമറിയാത്ത ഒരു പത്രപ്രവർത്തകന്റെ നിരീക്ഷണമാണ്. മറ്റൊന്ന്, എപ്പിസ്റ്റൻ ഫയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി ഇതൊക്കെ ചൈനയോട് അടുക്കാതിരിക്കാൻ ഇപ്പൊ ചൈനയിൽ തന്നെ ഇപ്പോൾ BRI എന്ന് പറയുന്നത്, നിങ്ങൾ മക്കളൊക്കെ ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഇപ്പോൾ പഠിതാക്കളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന പുതിയൊരു സിൽക്ക് റോഡ് പദ്ധതി, കരമാർഗവും റെയിൽവേ മാർഗവും അതുപോലെ തന്നെ വിമാന മാർഗവും ഒക്കെ ചൈന വികസിപ്പിച്ചെടുത്ത വഴി ചൈനയുമായി 100ഓളം യൂറോപ്യൻ രാജ്യങ്ങൾ ഒപ്പുവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ വരെ ഒപ്പുവെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല. ഇങ്ങനെ വൻ ശക്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ എങ്ങനെ തകർക്കാമെന്നത്, അത് ഇറാനെ തകർത്തിട്ടാണെങ്കിൽ, വെനസ്വേലയിൽ അക്രമം കഴിച്ചുവിട്ടിട്ടാണെങ്കിൽ, ചൈനയുടെ വളർച്ചയ്ക്ക് സാധ്യമാകുന്ന മറ്റു സംവിധാനങ്ങളെ തകർക്കാനുള്ള തികച്ചും അതിനിഷ്ഠുരമായ സാമ്രാജ്യത്വ തന്ത്രമാണ് അമേരിക്ക പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്.
ഇനിയിപ്പോൾ അടുത്തൊരു പക്ഷേ ലോകത്തിൽ ഏറ്റവും അധികം ഇലക്ട്രോണിക് ഈ ചിപ്പുകളൊക്കെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തായ്വാനെതിരെയാണ് അമേരിക്ക നീങ്ങാൻ പോകുന്നത്. അതിനിടയിലാണ് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ വേണ്ടത്ര ഗുണകരമായ ഒരു മുന്നേറ്റം നടത്താനോ വിജയവും പറ്റാത്ത കൊണ്ട് ഒരു പരാജയത്തിലേക്ക് നീങ്ങിയതുകൊണ്ട് ഇനി എങ്ങനെയാകുമെന്ന് പറയാൻ കഴിയില്ല. ഏകദേശം ഇലക്ട്രോണിക് ചിപ്പുകളുടെ 90% തൈവാൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് അതിനു വേണ്ടി തടയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചരിത്രപരമായിട്ട് എടുത്തു നമ്മൾ നോക്കിക്കഴിഞ്ഞ് നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാവാൻ കാരണം എന്താ? അന്ന് ജർമ്മനി ബ്രിട്ടനെ മറികടക്കുമെന്നായപ്പോഴാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഒന്നാം ലോക മഹായുദ്ധം നടന്നത് 1914 നടന്നത്. ജർമ്മനി ബ്രിട്ടനെ അതിജയിക്കുമെന്നായപ്പോഴാണ് അന്ന് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായത്. ജപ്പാൻ അമേരിക്കയ്ക്ക് ഭീഷണിയായതായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒരു കാരണം. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന്റെ കാരണം എന്താ? അമേരിക്കയേക്കാൾ ശക്തി പ്രാപിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത്. ഇപ്പോൾ ഈ വിവാദമാകുന്നതിന്റെ കാരണവും എന്താണ്? ചൈന പോലെയുള്ള ചെറുകിട രാഷ്ട്രങ്ങൾ വലുതാവുകയും മൊത്തം യൂറോപ്യൻ യൂണിയൻ ചൈനയോടൊപ്പം കൂടുകയും തങ്ങളുടെ സാമ്രാജ്യത്തെ കുതന്ത്ര അജണ്ടക്ക്, തങ്ങളുടെ സാമ്പത്തികമായ വളർച്ചക്ക് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത്, രാജ്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്തുന്ന അധിനിവേശ രാജ്യങ്ങളാക്കുന്നതിൽ തടസ്സമായി മാറുന്നു എന്നുള്ളതാണ്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇനി വീണ്ടും ഞാൻ തിരിച്ചു വരുന്നത് വലിയൊരു ചരിത്രത്തിലേക്കാണ്, മുസ്ലിം രാജ്യങ്ങളിലേക്കാണ്. ഈ മുസ്ലിം രാജ്യങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ അടിപ്പെട്ടു പോയതെന്ന് നിങ്ങൾക്കറിയോ? 1915 കാലഘട്ടത്തിൽ ഒരു ഇസ്ലാമിക ഖിലാഫത്ത് ഇവിടെ നിലനിന്നിരുന്നല്ലോ, തുർക്കിയെ ബേസ് ചെയ്ത്. നിങ്ങൾ ഓട്ടോമൻ യുഗം എന്ന് കേട്ടിട്ടില്ലേ? ഓട്ടോമൻ തുർക്കി എന്ന് പറഞ്ഞാൽ ഉസ്മാനിയ ഖിലാഫത്താണ്. ഉസ്മാനിയ ഖിലാഫത്താണ് എന്ത് ഈ ഓട്ടോമൻ തുർക്കി എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. 1915 എന്നാണ് ഇസ്ലാമിക ഖിലാഫത്ത് അവസാനിക്കുന്നത്? 1924 എന്ത് ഇസ്ലാമിക ഖിലാഫത്ത് അവസാനിക്കുന്നു. അതുവരെ ഇസ്ലാമിക ഖിലാഫത്ത് നിലനിന്നിരുന്നു. അതിനുശേഷമാണ് പിന്നെ രാജവാഴ്ചയിലേക്ക് പൂർണ്ണമായും ഇന്നീ കാണുന്ന രാജാക്കന്മാർ മുസ്ലിം രാജ്യങ്ങൾ ഭരിക്കുന്ന കോലത്തിലേക്ക് പോകുന്നത്. ഈ 1915 കാലഘട്ടത്തിൽ ഒരു വളരെ വിശാലമായ പാലസ്തീന്, മക്ക, മദീന, ഇറാഖ്, ജോർഡാൻ എങ്ങനെ അടങ്ങുന്ന വലിയൊരു സാമ്രാജ്യം ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിൽ തുർക്കിയെ ആസ്ഥാനമാക്കിയിട്ട് നിലനിന്നിരുന്നു. ഇത് ബ്രിട്ടന് തലവേദനയായിരുന്നു. ഈ ഒരു ഇസ്ലാമികമായ ഒരു വളർച്ച, ഈ ഇസ്ലാമികമായ ഒരു ഇസ്ലാമിക് സാമ്രാജ്യം അവിടുത്തെ സൈനിസ്റ്റ് സാമ്രാജ്യത്തെ ശക്തികൾക്ക് അമേരിക്കയെ പോലെ, ബ്രിട്ടനെ പോലെ, ഫ്രാൻസ് പോലെയുള്ള വലിയ മുതലാളിത്ത രാജ്യങ്ങൾക്ക്, അധിനിവേശ ശക്തികൾക്ക് തടസ്സമായിരുന്നു. ഇതിനെ എങ്ങനെ ഛിന്ന ഭിന്നമാക്കാം എന്ന അവളുടെ ആസൂത്രിതമായ അജണ്ടയുടെ ഭാഗമായിരുന്നു പലസ്തീനിലേക്ക് കടന്നുകയറ്റം. ഞാൻ ഇവിടെ 3, 4, 5, 6 ഖുത്ബകളിലായി പലസ്തീൻ അധിനിവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കുറേ വശങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ വിശാലമായ ഇസ്ലാമിക തുർക്കി ഖിലാഫത്തിന്റെ പ്രവിശ്യയാണ് എന്ത്? മക്കയും മദീനയും. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പോൾ സൗദി അറേബ്യയിലുള്ള മക്കയും മദീനയും വിശാലമായ ഇസ്ലാമിക ഖിലാഫത്ത്, തുർക്കി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഇസ്ലാമിക ഖിലാഫത്തിലെ പ്രവിശ്യയാണ് മക്കയും മദീനയും. അവിടുത്തെ ഗവർണറാണ് ഷെരീഫ് ഹുസൈൻ എന്ന് പറയുന്ന ഗവർണർ. ഈ ബ്രിട്ടൻ എന്ത് ചെയ്തു? ഷെരീഫ് ഹുസൈനെ സ്വാധീനിച്ചു. ഓട്ടോമൻ ഉസ്മാനിയ ഖിലാഫത്തിനെ ഭിന്നിപ്പിക്കണമെങ്കിൽ മക്ക മദീന എന്ന് പറയുന്നത് വേറിട്ട് നിൽക്കണം. ഷെരീഫ് ഹുസൈൻ എന്ന് പറയുന്ന ഗവർണറെ സ്വാധീനിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ വിശാലമായ മറ്റൊരു അറബ് ദേശത്തിന്റെ മക്കയും മദീനയും ഒക്കെ ഉൾക്കൊള്ളുന്ന വേറൊരു വിശാലമായ അറബ് രാജ്യത്തിന്റെ രാജാവാക്കിയിട്ട് ഷെരീഫ് ഹുസൈനെ നിങ്ങളെ വാഴിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്ലാമിക ഖിലാഫത്തിനെ ഭിന്നിക്കാനായി നിങ്ങൾ ഞങ്ങളോടുകൂടി സഹകരിക്കണം. ആ പ്രലോഭനത്തിൽ ആര് വീണു? ഷെരീഫ് ഹുസൈൻ വീണു.
രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒന്നാം ലോക മഹായുദ്ധം ഈ 1914 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത്. 1915 മുതൽ എന്താണ് അറബ് രാജ്യങ്ങൾ മേലുള്ള അധിനിവേശം ബ്രിട്ടനും അമേരിക്കയും ആരംഭിച്ചു കഴിഞ്ഞു. 1915 മുതൽ ബ്രിട്ടനും അമേരിക്കയും അറബ് രാജ്യങ്ങളിലേക്കുള്ള അധിനിവേശങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അന്ന് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സ്വതന്ത്രമായ രാജ്യം ആവശ്യമായിരുന്നു. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിങ്ങൾ അറിയണം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ കൂടെയായിരുന്നു തുർക്കി നിലകൊണ്ടത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ജർമ്മനിയുടെ കൂടെയായ ജർമ്മനി, ഇറ്റലി. അപ്പോൾ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും കൂടെയായിരുന്നു തുർക്കി നിലകൊണ്ടിരുന്നത്. ഈ ഷെരീഫ് ഹുസൈൻ എന്ത് ചെയ്തു? ഇസ്ലാമിക ഖിലാഫത്തിനെതിരെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആഭ്യന്തര യുദ്ധം നടത്തി, ഉള്ളിൽ പടനീക്കം നടത്തി. തുർക്കി ആസ്ഥാനമായ ഇസ്ലാമിക ഓട്ടോമൻ ഖിലാഫത്തിനെതിരെ ഷെരീഫ് ഹുസൈൻ ഉള്ളിൽ പടനീക്കം നടത്തിയപ്പോൾ പുറമെ എന്ത് ചെയ്തു? അധിനിവേശ സാമ്രാജ്യ തുർക്കി ചൈന ജർമ്മനിയോടൊപ്പം ചേർന്നതിന്റെ പേരിൽ അധിനിവേശ ശക്തികൾ തുർക്കിക്കെതിരെ പുറത്തും പ്രത്യക്ഷത്തിൽ യുദ്ധങ്ങൾക്ക് നീങ്ങി. അവിടെ എന്ത് സംഭവിച്ചു എന്നറിയോ? ജൂതന്മാരോട് പറഞ്ഞു, ഇവിടെ തുർക്കിയെ പരാജയപ്പെടുത്താൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ, ഞങ്ങളെ സഹായിച്ചാൽ. അന്ന് ഈ ജൂതന്മാരെന്ന് പറയുന്നത് ഭയങ്കര സമ്പന്നരാണ്. പലിശ വിറ്റിട്ട് പലിശക്ക് കൊടുത്ത് ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുള്ളവരാരാ? ഈ ബാങ്ക് സമ്പ്രദായമൊക്കെ ഉണ്ടാക്കിയതാരാ? ജൂതന്മാരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 7 സമ്പന്നന്മാരുടെ അടുത്തിൽ അത് 7 ജൂതന്മാരാണ്. അപ്പോൾ വലിയ ഇവര് സമ്പത്ത് ഉണ്ടാക്കിയത് എങ്ങനെ? പലിശയിലൂടെയാണ്. ഈ പലിശ മുതൽ തങ്ങളുടെ ഈ യുദ്ധത്തിന് ഉപകാരപ്പെടാനായി ജൂതന്മാരിൽ നിന്നും സാമ്രാജ്യത്വ ശക്തികൾ സൈനിസത്തിൽ നിന്നും വാങ്ങിക്കുകയാണ്. അവിടെയാണ് ഒരു ലോബിയിങ് നടക്കുന്നത്. ക്രൈസ്തവ ജൂത ലോബിയിങ് നടക്കുന്നവർ. അവർ അങ്ങനെയാണ് ഒന്നാവുന്നത്. എന്തിനാണ്? ഇസ്ലാമികമായ ഖിലാഫത്തിനെ തകർക്കാൻ. അങ്ങനെ തുർക്കിയെ പരാജയപ്പെടുത്തി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ തുർക്കി പരാജയപ്പെട്ടു എന്നാണ്. നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. ജർമ്മനിയോ ഇറ്റലിയോ അമേരിക്കയുടെയോ ബ്രിട്ടന്റെയോ കോളനികളായില്ല. എത്ര കൃത്യമായ അജണ്ടയായിരുന്നു! ഒന്നാം ലോക മഹായുദ്ധത്തിൽ മുമ്പിൽ ജർമ്മനിയും ഇറ്റലിയുമായിരുന്നെങ്കിലും ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ടാർഗറ്റ് ഇസ്ലാമികമായ ഖിലാഫത്തായിരുന്നു. ജൂതരോട് പറഞ്ഞു, ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി സഖ്യം ചേർന്ന ജർമ്മനി പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് പാലസ്തീനിൽ ഒരു രാജ്യം തരാം. അങ്ങനെ ബ്രിട്ടൻ ഒരു സമയം പാലസ്തീൻ ജൂതന്മാരെ പാട്ടിലാക്കി. തൊട്ടിപ്പുറത്തോ ഷെരീഫ് ഹുസൈനെയും പാട്ടിലാക്കി. ഇവിടെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കാൻ കൂട്ടുനിന്നാൽ നിങ്ങൾക്കൊരു സാമ്രാജ്യം തരാം. ശരിക്ക് ഒരു ഭൂപടം മാറ്റി വരക്കുകയായിരുന്നു. ഇസ്ലാമികമായ ഖിലാഫത്തിൽ വളരെ പ്രവിശാലമായ ഇസ്ലാമിക ഖിലാഫത്തിൽ മറ്റൊരു ഭൂപടം രൂപം കൊണ്ടു. ബ്രിട്ടന്റെയും അമേരിക്കയുടെയും അധിനിവേശ സാമ്രാജ്യത്വത്തിന്റെ കീഴിൽ മറ്റൊരു രാജ്യം, ഇസ്ലാമികമായ രാജ്യം കളറുകൾ വെച്ചു. ഇന്ന രാജ്യം ഇന്നയാൾക്ക്, ഇറാഖ്, പാലസ്തീൻ, ജോർഡാൻ, അങ്ങനെ ആര് പങ്കിട്ടെടുത്തു? ഫ്രാൻസും അമേരിക്കയും ബ്രിട്ടനും കൂടെ പങ്കിട്ടെടുത്തു. മനസ്സിലായോ നിങ്ങൾക്ക്? വേറെ ഭൂപടം വന്നു. അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളുടെ കീഴിൽ പാലസ്തീൻ ജൂതന്മാർക്ക് കൊടുത്തു. പക്ഷെ എന്ത് സംഭവിച്ചു? ഷെരീഫ് ഹുസൈനെ വിശാലമായ അറബ് രാജ്യത്തിന്റെ രാജാവാക്കാമെന്ന വാഗ്ദാനം ബ്രിട്ടൻ ലംഘിച്ചു. മനസ്സിലായോ നിങ്ങൾ? ഷെരീഫ് ഹുസൈൻ എടഞ്ഞു. ഷെരീഫ് ഹുസൈനെ വകവരുത്താനായി ആല് സുഊദ് എന്ന് പറയുന്ന അവിടുത്തെ വലിയൊരു കുടുംബത്തെ ബ്രിട്ടൻ കൂട്ടുപിടിച്ചുകൊണ്ട് ഷെരീഫ് ഹുസൈനെ ഇല്ലാതെയാക്കി. അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള ആല് സുഊദിന്റെ
സുഊദിന്റെ കുടുംബക്കാർ എന്നറിയപ്പെടുന്ന സൗദി അറേബ്യ രാജ്യമുണ്ടായതെന്ന് നിങ്ങൾക്കറിയൂ? നിങ്ങളെന്താ സൗദി അറേബ്യനെ കുറിച്ച് വിചാരിച്ച? ആരാണ് അതിൻ്റെ നിർമ്മാതാക്കൾ? സൗദി അറേബ്യ എന്ന് പറയുന്ന ഇപ്പോൾ കാണുന്ന നമ്മുടെ മക്കയും മദീനയുമുള്ള 2 ഹറമുകൾ നിലകൊള്ളുന്ന ഈ സൗദി അറേബ്യയെ രൂപപ്പെടുത്തിയത് ഇവിടുത്തെ ജൂതരും ഇവിടുത്തെ സൈനിസ്റ്റുകളും സാമ്രാജ്യത്വ ശക്തികളുമാണ്. അതുകൊണ്ടാണ് ഇന്നും സൽമാൻ രാജാവ് അവർക്ക് അനുകൂലമായിട്ട് നിലകൊള്ളുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ ഇബ്രാഹിം അക്കോഡിനെ കുറിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചു. UAE-യുമായിട്ടുള്ള കരാർ അവിടെയും ഒപ്പിട്ട് കൊടുത്തു. ഇങ്ങനെ മൊത്തം പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അവർ അറിഞ്ഞോ അറിയാതെയോ അധിനിവേശ ശക്തികളുടെ കാൽക്കീഴിൽ തങ്ങളുടെ അധികാരം നിലനിർത്താൻ, തങ്ങളുടെ ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന്റെ മൗലികമായ മുഴുവൻ മൂല്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവർ കൂടി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ക്രൈസ്തവ ജൂതരുമായി നിങ്ങൾ മൈത്രി ബന്ധം സ്ഥാപിക്കരുത് എന്ന് പറഞ്ഞത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. പരസ്പരം മാനുഷികമായ സൗഹാർദ്ദങ്ങളല്ല, രാഷ്ട്രീയമായ ഈ ചതി വെച്ചുകൊണ്ടാണ്. ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലകും ഫിദ്ദീൻ, നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ദീനിന്റെ പേരിൽ, ഈ വ്യവസ്ഥയുടെ പേരിൽ, ഇസ്ലാമിയത്തിനെതിരെ നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ഇവരുമായി നിങ്ങൾ ചങ്ങാത്തം കൂടാൻ പാടില്ല എന്നത് വിശുദ്ധ ഖുർആനിന്റെ അതിശക്തമായ താക്കീതാണ്. നമ്മൾ ചതിക്കപ്പെട്ടു. ഇപ്പോൾ ലോക മുഴുവൻ അറബ് രാജ്യങ്ങളും ഈ തുർക്കിയുടെ കൂടി പതനത്തോടുകൂടി മുഴുവൻ രാജ്യങ്ങൾ ഒരുപാട് കരാറുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട്, നിങ്ങൾ ഈ സൈക്കോപിക്കൊക്കെ കരാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയും. ലോറൻസിൻ കരാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കരാറുകൾ അമേരിക്കയും ബ്രിട്ടനും മുസ്ലിം രാജ്യങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ചതിക്കാൻ വേണ്ടി, വഞ്ചിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് മുഴുവൻ ഏറ്റവും ഒടുവിൽ എന്താ, ഇപ്പോഴും ആയുധങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്ന, അവരുടെ മണ്ണിൽ പോയി സുഖമായി ജീവിക്കുന്നിടത്തേക്ക് ഇറാൻ യുദ്ധത്തിന്റെ പേരിൽ അമേരിക്കൻ സൈനികരെ പോറ്റാൻ ഇവിടത്തെ അറബ് രാജ്യങ്ങൾ നിർബന്ധിതരാകുന്നുവെങ്കിൽ എന്തൊരു ദുരന്തമാണ് എൻ്റെ സഹോദരന്മാരെ. ഈ ചരിത്രം മനസ്സിലാക്കാതെ കണ്ട് നമുക്ക് ഇസ്ലാം എവിടെയാണ് മുസ്ലിങ്ങൾ പാളുന്നത്, എന്തുകൊണ്ട് മുസ്ലിങ്ങളെ അള്ളാഹു സഹായിക്കുന്നില്ല, എന്തുകൊണ്ട് മുസ്ലിങ്ങൾ രക്ഷപ്പെടുന്നില്ല, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ആരാണ് കോടാലിയുടെ പിടികളായി മാറിയതെന്ന്? നമ്മെ വെട്ടാനുള്ള കോടാലിയുടെ പിടി മരമാണല്ലോ. ഈ മരപ്പിടികൾ നമ്മൾ തന്നെയായി മാറി എന്ന ദുരന്തം നമ്മൾ ചരിത്രപരമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ രണ്ടർത്ഥത്തിലും, ഒരു വശത്ത് മതകീയമായി നമ്മൾ മുസ്ലിമാണോ മുസ്ലിം അല്ല എന്ന് തർക്കിച്ചു കൊണ്ടിരിക്കെ, രാഷ്ട്രീയമായി പൂർണ്ണമായും ഇവിടുത്തെ അധിനിവേശ ശക്തികൾക്ക് നമ്മൾ അടിയറവ് വെക്കുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നമ്മൾ ഛിന്ന ഭിന്നമായി അധികാരക്കൊതിയുടെ, സൗകര്യത്തിന്റെ, ഭൗതികമായ സുഖലോലുപതയുടെ പേരിൽ ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കെ, നമ്മൾ അറിയാതെ കണ്ടിവർ നമ്മെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കെ പുതിയൊരു ഉണർവ് നമുക്കുണ്ടാകേണ്ടതില്ലേ? എന്തേ നമുക്ക് ഐക്യപ്പെടാൻ കഴിയാത്തത്? എവിടെയാണ് മുസ്ലിം സമുദായം, ഇസ്സത്തുള്ള സമുദായം? എവിടെയാണ് നമുക്ക് തെറ്റ്? നമസ്കാര കാര്യങ്ങളിൽ നമുക്ക് തർക്കങ്ങളില്ല. സൗദി അറേബ്യ ആയാലും മുസ്ലിം രാജ്യങ്ങളായാലും എല്ലാവരും, ഇറാനായാലും നോമ്പെടുക്കുന്ന വിഷയത്തിൽ, ഹജ്ജ് എടുക്കുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ ആരാധന അനുഷ്ഠാനങ്ങളിൽ നമുക്ക് തർക്കങ്ങളില്ല. പക്ഷേ നമ്മുടെ അധികാര കൊതി നമ്മെ ഇല്ലാതെയാക്കി മാറ്റാം. കേവലം ഒരു മതസമൂഹമായി മാത്രം മാറി ഇവിടെ ഭരിക്കുന്ന അധികാര കൊതിയന്മാരായ സാമ്രാജ്യത്വ ശക്തികളുടെ മുമ്പിൽ നമ്മുടെ സകല വിഭവങ്ങളും 2 ജലം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സമുദായമാണ്. 2 ജലം, സംസം ജലവും പെട്രോൾ ജലവും കൊണ്ട് അനുഗ്രഹീതമായ ഒരു സമുദായം, ദാരിദ്ര്യത്തിൽ കൈകൂപ്പി നിൽക്കുന്ന സിംഹത്തെ പോലെ ഗർജിക്കേണ്ട ഒരു സമുദായം ആട്ടിൻകുട്ടിയെ പോലെ വിറങ്ങലിച്ചു നിൽക്കുന്നുവെങ്കിൽ, അല്ലയോ സഹോദരന്മാരെ, ഇതിൽ പരം പതിതാവസ്ഥ എന്താണ് നമുക്ക് സംഭവിക്കുവാനുള്ളത്? നിങ്ങൾ ഓർത്തു നോക്കൂ. അതുകൊണ്ട് നമ്മൾ ഖുർആനിക വെളിച്ചത്തിൽ നമ്മളായി മാറുക.
ഇസ്സത്തുള്ളവരായി മാറുക. നമുക്ക് ആയുധം വേണ്ട, നമുക്ക് സമ്പത്ത് വേണ്ട, നമുക്ക് ആൾബലം വേണ്ട. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈമാനികമായ കരുത്തുണ്ടല്ലോ, ഈ കരുത്ത്, ആദർശബോധം നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ ആദർശം ഭൗതികതയായി മാറി. നമ്മുടെ ആദർശം ഇസ്ലാമായിരുന്നപ്പോൾ, നമ്മുടെ ആദർശം അല്ലാഹു ആയിരുന്നപ്പോൾ എണ്ണം നമുക്ക് പ്രശ്നമായില്ലല്ലോ. ബദറിൽ കണ്ടില്ലേ, നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടില്ലേ, എവിടെ നമ്മൾ പരാജയപ്പെട്ടു പോയി. എല്ലാ സൗകര്യങ്ങളുമുണ്ട്, സമ്പത്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗകര്യങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട്, അമേരിക്ക തന്ന ആയുധങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷെ എന്തേ നമ്മൾ ഭയപ്പെട്ടു നിൽക്കുന്നു? ഈമാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നമ്മൾ വീണ്ടെടുക്കേണ്ടിയിട്ടുള്ളത് ഈ ഈമാനാണ്. ഈമാനികമായ അടിസ്ഥാനത്തിലുള്ള സാഹോദര്യമാണ്, ഐക്യമാണ്. നമുക്ക് ആ ഐക്യമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ കാറ്റ് പോകുമെന്നാണ്. ഫതഫ്ശലരീഹക്കും, നിങ്ങളുടെ കാറ്റ് പോകും, നമ്മളൊന്നുമല്ലാതായി മാറും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുർബലാവസ്ഥയിൽ നിന്ന് ഇസ്സത്തുള്ള, അഭിമാനബോധമുള്ള, ധൈര്യമുള്ള ഒരു സമുദായമായി മാറാനുള്ള താഖത്ത്, ശക്തി, ഈമാനികമായ കരുത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പടച്ച തമ്പുരാനെ, കാരുണ്യവാനായ നാഥ, നീ ഞങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തരണമേ തമ്പുരാനെ. ഹജ്ജിന്റെ നാളുകളിലേക്ക് നമ്മൾ മാറുകയാണ്. എന്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥന? സമാധാനമുള്ള നാട്, സുഭിക്ഷതയുള്ള നാട്. നാഥ, സമാധാനവും സുഭിക്ഷതയുമുള്ള നാടാക്കി നീ ഞങ്ങളെ മാറ്റി തീർക്കണമേ തമ്പുരാൻ. ഈ ഒരു ഇറാൻ ഇറാഖ് യുദ്ധം, ഇവിടത്തെ ഒരു നാടൻ ചായക്കടയിൽ ചെന്ന് ഇവിടത്തെ ഒരു സാധാരണക്കാരന് ചായ കുടിക്കാൻ ചായ കിട്ടാത്തിടത്തോളം ലോകത്തിന്റെ ആവാസ ഘടനയെ രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥയുണ്ടാക്കിയെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഇസ്ലാമേതര ഒരു സമൂഹം, ഇസ്ലാമേതരികമായ ഒരു ചൂഷണ വ്യവസ്ഥ സൃഷ്ടിക്കുന്ന ആഘാതം. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് മടങ്ങാൻ, ഇസ്ലാമിന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വലതൻ ആമന, ആ ഒരു ശാന്തി പുലരുന്ന, സമാധാനം പുലരുന്ന, സുഭിക്ഷമായ നാളുകളിലേക്ക് മടങ്ങാൻ നമ്മൾ ദൈവബോധമുള്ളവരായി മാറുക എന്നുള്ളതാണ്. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശാന്തി പുലരുന്ന, സമാധാനം പുലരുന്ന, സുഭിക്ഷത നിറഞ്ഞേൽക്കുന്ന ഒരു രാജ്യത്തെ പടച്ച തമ്പുരാനെ ലോകത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ചൂട് അത് കഠിനമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ കുഴഞ്ഞു പോകുന്നു. ഇപ്പോൾ തന്നെ എൻ്റെ ചുണ്ടുകളൊക്കെ ഉണങ്ങിപ്പോകുന്നു. ഞാൻ ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ വെള്ളം വാങ്ങി കുടിച്ചിരുന്നു, പക്ഷെ കഴിയുന്നില്ല. അത്രക്ക് നമ്മളിൽ നിന്ന് ചൂട് വല്ലാതെ ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആരോഗ്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഈ വെയിലൊക്കെ കൊള്ളാതെ കണ്ട്, സൂര്യാഘാതം ഏക്കാതെ കണ്ട്, ജലാംശം നഷ്ടപ്പെടാതെ കണ്ടൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കുടിനീര് തന്നെ, കുടിവെള്ളം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പടച്ചവനെ, ഈ അതികഠിനമായ വരൾച്ചയിൽ നിന്ന്, ചൂടിൽ നിന്ന് ഞങ്ങൾക്ക് തണുപ്പ് നൽകി, മഴ നൽകി പടച്ചവനെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവനെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഉറ്റവർ, ഉടയവർ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തുകൂടാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വസ്തഗ്ഫിറുഹു ഇന്നഹു ഗഫൂറുർ റഹീം.